ഖുർആനാണ് സത്യം. ഈ ഖുർആന്റെ പേജാണ് സത്യം. ഇത് ഖുർആനാണെന്ന് എല്ലാവർക്കും അറിയാം. ഖുർആനാണ് സത്യം. എൻ്റെ വാപ്പാനെ എൻ്റെ ആങ്ങളെ കെട്ടിയ ജംസീനാന്റെ ഇമ്മേന് കൊന്നിക്കണതെന്ന് സത്യം സത്യം സത്യം. ഈ സ്ത്രീ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തലാണ്. നമ്മളെ കൂട്ടത്തിലുണ്ടാവും കുറേ പേര് നിത്യന്തിന ജീവിതത്തിൽ നമ്മളെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ ചില്ലറ കേസുകൾക്കൊക്കെ പടച്ചോൻ സത്യം, ഖുർആൻ സത്യം, യാസീൻ സത്യം, ഖുർആന്റെ ഇന്ന ഏട് സത്യം, ഇന്ന പേജ് സത്യം, ഇന്ന ആയത്ത് സത്യം, ഇങ്ങനെ കുറേ സത്യം ചെയ്ത് കളിച്ച കുറേ ആൾക്കാർ ഓരോടോട്ടോ പറയണത്. അപ്പോൾ അറിയാത്തവരോടാണ് പറയണത്. ചിലവർ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യണമെന്നൊന്നും ആവൂല, അറിയാത്തതുകൊണ്ട് ചെയ്തു പോണതൊക്കെ അങ്ങനത്തോരോടാ പറയണത്. ഇസ്ലാമിക നിയമപ്രകാരം അല്ല ഇമാനും സത്യങ്ങൾ ചെയ്യൽ കറാഹത്താണ്. പക്ഷെ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ കൊണ്ടും സത്യം ചെയ്യുക. പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ, അതായത് അത്രയും ക്രൂഷ്യലായ ഒരു മൊമെന്റിൽ മാത്രമേ എന്താ പറ്റുള്ളൂ, ഈ പടച്ചോനെയും കൊണ്ടും പടച്ചോന്റെ സിഫത്തുകൾ കൊണ്ടും സത്യം ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാഫി റളിയല്ലാഹുവിന് തമാശക്കും കാര്യത്തിലുള്ള ഒരു സന്ദർഭങ്ങളിലും ഇമാം ഷാഫി റളിയല്ലാഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിനെ കൊണ്ടോ അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ടോ സത്യം ചെയ്തിട്ടില്ല. അത് ഷാഫി ഇമാമിന് സത്യം ചെയ്യാൻ അറിയാനിട്ടല്ല, പടച്ചോനി കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പടച്ചോന്റെ വിശേഷണങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ സത്യം ചെയ്തെന്നുള്ള ഒരു ഭയം, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ സിഫത്തുകളോടുമുള്ള പ്രാധാന്യം കൊണ്ടാണ് ഷാഫി ഇമാം പോലും ജീവിതത്തിൽ സത്യം ചെയ്യൽ ഒഴിവാക്കിയത്. പിന്നെ അള്ളാഹിന്റെ മഹ്ലൂക്കാത്തുകൾ കൊണ്ട് ഒരിക്കലും സത്യം ചെയ്യാൻ പറ്റൂല. നമ്മൾ കുറേ ആൾക്കാരുണ്ടോ ഉമ്മ സത്യം, ഉപ്പ സത്യം, വെല്ലുമ്പ സത്യം, വെല്ലുപ്പ സത്യം, അതൊരിക്കലും പറ്റൂല. ചെയ്യുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹിന്റെ സിഫത്തുകൾ കൊണ്ടും മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ. അതന്നെ അത്യാവശ്യം ഇടങ്ങാറായി പ്രയാസപ്പെട്ട് ലറൂറത്തിന്റെ ഘട്ടത്തിൽ മാത്രം. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടിക്കളിയല്ല. അപ്പോൾ അത് അറിയാത്തവരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തൊട്ടിനും പിടിച്ചിനൊക്കെ സത്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്.